നേട്ടത്തിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വിപണിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടാവുന്നതും വിപണി നേട്ടത്തിൽ അവസാനിക്കുന്നതും. മുൻനിര സൂചികയായ നിഫ്റ്റി ഏതാണ്ട് 2% സെൻസെക്സിലും ഒരു നേട്ടമുണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ കുറെ കൂടി ഭേദപ്പെട്ട രീതിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ചെയ്തു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പന തുടരുമ്പോഴും ചെറുകിട നിക്ഷേപകർ വിപണിയിൽ വളരെ അനുകൂലമായി ഇടപെട്ടതാണ് വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും വിപണി നേട്ടത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹ്രസ്വകാലത്തേക്ക് വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ള സൂചന നൽകിക്കൊണ്ടാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ഏതാണ്ട് വിപണി ഈ ഒരു നിലവാരത്തിൽ ക്രമപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച വിപണിയിൽ കണ്ടതും. ഇത് കാണിക്കുന്നത് വരും ദിവസങ്ങളിലും ഈ സമാനമായ രീതിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഹ്രസ്വകാലത്തേക്ക് ഈ ഒരു നേട്ടം തുടരാനും സാധ്യതയുണ്ട്. ഇതിൽ നിക്ഷേപരെ സംബന്ധിച്ചിടത്തോളം വിപണിയിൽ ഇപ്പോൾ അനുകൂലമായി ഇടപെടേണ്ട ഒരു സാഹചര്യവുമാണ് ഉള്ളത്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് പോവുകയും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയുടെ തോത് ഇനിയും ഗണ്യമായി കുറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് വിപണിയുടെ അടുത്ത നിലവാരത്തേക്ക് നീങ്ങുന്നതിനുള്ള പ്രചോദനമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 22,800 എന്നുള്ള ഒരു നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. കഴിഞ്ഞ ദിവസം വ്യാപാരത്തിനിടെ 22,500 എന്ന നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മറികടന്ന് 22,800 മറികടന്ന് നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതകളുമുണ്ട്. ഒപ്പം തന്നെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുമുള്ള വളരെ അനുകൂലപരമായിട്ടുള്ള ഇടപെടലുകളും വിപണിയുടെ മുന്നോട്ട് നീക്കത്തിൽ നിർണായകമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ആഴ്ചയിലും വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്.